ഞാൻ രാജമല്ലിക. ഞാൻ മാഡത്തിന് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? ഇറ്റ്സ് ഓക്കെ. മിസ്റ്റർ റാം, ഇരിക്കൂ. എക്സ്ക്യൂസ് മീ. ജോർജ്, സിറ്റിയിലെ കുപ്രസിദ്ധരായ ഗുണ്ടകളാണിവർ. ഒരു ചെറുപ്പക്കാരനെ നടുറോട്ടിലിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്താണ് ഇവരെ. തക്ക സമയത്ത് വന്നൊരു മിടുക്കൻ അയാളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വന്നേനെ. ബട്ട് വൺ തിങ്, ഇവരുടെ മൊഴിയിൽ നിന്നും മാഡത്തിന് വേണ്ടിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തെന്ന് പറയുന്നു. ഞാൻ നിഷേധിക്കുന്നില്ല. പലതവണയായി ഒരുത്തൻ എൻ്റെ മോളെ ശല്യം ചെയ്യുന്നുവെന്ന് ഞാൻ DGPയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. എനിക്ക് വേണ്ടത് അവനെയാണ്. ഇവരാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചോ അവനെ. ജോർജ് സർ. ഇവരെ കൊണ്ടേക്കോളൂ. യെസ് സർ. കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ അടുത്ത് നിന്നും. അവൻ്റെ എതിരെ ഒരു പെറ്റീഷൻ മാഡത്തിൻ്റെ മകൾ എഴുതി തന്നാൽ മാത്രം മതി. അവനെ പൊക്കിയെടുത്ത് അകത്തിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ASP മധുറാം. ഗുഡ് മോർണിംഗ്. ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, എനിക്ക് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പ. ഒരു 5-8 കൊല്ലം അകത്ത് കിടക്കണം അവൻ. അതിനുള്ള വകുപ്പുകൾ ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെച്ചോളൂ. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി. മേ ഐ കമിൻ സാർ? ഞാൻ അഡ്വക്കേറ്റ് KV പണിക്കർ. ഒരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാ. ഏത് പ്രതി? ആ പ്രതി സാറിന്റെ കാലിന്റെ ഇടയിലുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം? എനിക്കറിയണം. സ്ത്രീ പീഡനം. സ്ത്രീ പീഡനോ? അതെ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ഏതാണ് ആ പെൺകുട്ടി? ചന്ത വാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റുപറ്റിയതാവും. അല്ല, ഇത് രാജാസ് ഗ്രൂപ്പിന്റെ MD രാജമല്ലിക മാഡത്തിന്റെ മകളെ പീഡിപ്പിച്ച കേസാ. രാജലക്ഷ്മിയോ? ആ, സത്യമാണോ അംസേ? എനിക്കറിയില്ല സാറേ, ഇവന് ജാമ്യം വേണ്ട സാർ. പണിക്കർ സാറേ പറയണ കേക്ക്. ഒരു മിനിറ്റ് സാറേ. മോനങ്ങ് വന്നേ. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഞാൻ... നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. എടാ പൊട്ട, ഇത്രയും വലിയൊരു സുവർണാവസരം ആ പെണ്ണിനെ കെട്ടാൻ ഇനി വേറെ കിട്ടും. അതുകൊണ്ട് നീ കുറ്റ ഏക്കുന്നു. എടാ, നീ പീഡിപ്പിച്ച ആ രാജലക്ഷ്മിയെ ഇനി കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കും. ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല ഹംസേ, നിന്റെ അടുത്ത് കരഞ്ഞ് അവർ കാല് പിടിക്കും. സാറേ, കൂടുതൽ ചോദ്യം ചെയ്യാതെ തന്നെ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചിരിക്കുന്നു. 1 അല്ല 9 വട്ടം പ്രതി പീഡിപ്പിച്ചു. ഞാൻ സാക്ഷി. ഇത് സത്യം സത്യം സത്യം. വാർത്തകൾ തുടരുന്നു. രാജാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മിയെ പീഡിപ്പിച്ചതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ASP മധുറാം ചന്ദഹംസ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചു. എന്തൊരു ചോദ്യമായത്! പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് പീഡിപ്പിക്കാൻ കഴിയുമായിരുന്നു. എത്ര വട്ടം പീഡിപ്പിച്ചു എന്നതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ കറക്റ്റ് കണക്ക് ആ പെൺകൊച്ചിന് അറിയാമായിരിക്കണം. പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഒരു ജീവിതം... ഇന്ദു. യെസ് മാഡം. ആരാ ഗേറ്റില്? ചോദിക്കാതെ പറയാതെ ഓരോരുത്തർ കയറി വരുന്നു. അത് മാഡം. ആരായാലും ഡിസ്മിസ് ചെയ്യും. നിക്കടി അവിടെ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ എടിപ്പൊടിന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട. എന്റെ മകളാണ് ഇവൾ. എന്റെ ഭാര്യയാണ് ഇവൾ. നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടുമില്ല. നിങ്ങളെയും മോളെയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിരിഞ്ഞു താമസിക്കുകയാണെന്ന് ഈ ലോകത്തിന് മൊത്തം അറിയാം. ഭാര്യ ഭർത്തൃ ബന്ധം പുതുക്കാനാണോ ഇപ്പൊ വന്നത്? അല്ല, ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ആരോടെങ്കിലും വാശി തീർക്കേണ്ടത് സ്വന്തം മകളുടെ ഭാവി തുളച്ചുണ്ടാകരുത്. ഇവിടെ കിടന്ന് തൊണ്ട കീറണ്ട. എന്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്ക് ദിവ്യഗർഭം ഉണ്ടായ സന്തതി ഒന്നുമല്ലല്ലോ ലക്ഷ്മി. പാതി ഉത്തരവാദിത്വം അല്ല, 3/4 ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. താൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ DGPയെ വിളിക്കണോ? DGP എന്താ തലയുടെ പട്ടുപടിക്കാരണോ? വിളിക്കുമ്പോ ചാടി വരാൻ. ഞാൻ നിങ്ങളുടെ മകളുടെ കാര്യമല്ല, എന്റെ മകളുടെ കാര്യ പറയുന്നത്. വിവാഹപ്രായമായ അവൾക്ക് ഇനിയൊരു നല്ല ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. മോളെ,
നിന്റെ അച്ഛനാ ഞാൻ. മകളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്വപ്ന ഉത്തരവാദിത്വമാണ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള സ്നേഹസമ്പന്നനായ ഒരാളെ കൊണ്ട് ഇവളുടെ വിവാഹം നടത്താം. മകളുടെ കാര്യത്തിൽ ഒരു അച്ഛന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമസ്കാരം, ഞാൻ ASP മധുറാമിന്റെ ഫാദറാ. ഇരിക്കും. താങ്ക് യു. സർവീസിൽ കയറിയിട്ട് ഇന്നോളം എന്റെ മകൻ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടില്ല. കുറ്റബോധം കൊണ്ടിപ്പം അവൻ ഊണുറക്കുമില്ല. എന്താ അവന്റെ പേര്? ചന്ദഹംസ. അവന്റെ പേരിൽ ഇല്ലാത്തതും തെളിയാത്തതുമായ എല്ലാ കേസുകളും കെട്ടിവെച്ചാണ് എന്റെ മകൻ ആ ക്രിമിനലിനെ കോടതിയിൽ ഹാജരാക്കിയത്. ഒരു 3-4 കൊല്ലത്തേക്ക് അവൻ പുറത്തിറങ്ങില്ല. അതൊന്നും ഇവിടുത്തെ കുട്ടിക്കുണ്ടായ മാനഹാനിക്ക് പകരമാവില്ലെന്നറിയാം. ഞാൻ വളച്ചുകെട്ടില്ലാതെ വിഷയത്തിലേക്ക് വരാം. എന്റെ മകന് പ്രായച്ചിത്തം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. സമ്പത്തിലും ആഠ്യത്വത്തിലും ഞങ്ങളുടെ കുടുംബം നിങ്ങളെക്കാളും ഒട്ടും പിന്നിലല്ലെന്ന് അന്വേഷിച്ചാൽ അറിയാം. എനിക്ക് ഒരേ ഒരു മകനാ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ലക്ഷ്മിയെ അവന് വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അതിപ്പോ പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞ അതെ അതെ, അവൾ തീരെ ചെറിയ കുട്ടിയല്ലേ. അല്ല, കേസ് കൈകാര്യം ചെയ്ത ഓഫീസർ തന്നെ ആ കുട്ടിയെ വിവാഹം ചെയ്താൽ ആ കുട്ടിയുടെ നിരപരാധിത്വം പബ്ലിക്കിന് ബോധ്യമാവും. ആലോചിച്ചു പറഞ്ഞാൽ മതി. എങ്കിൽ ഞാനങ്ങോട്ട്. ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരാലോചനയല്ല. നമ്മൾ പറയുന്നത് കേട്ടും അനുസരിച്ചും ഒരു IPS കാരൻ ഈ കുടുംബത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. എനിക്കെന്തോ അതങ്ങ് ബോധിച്ചു.